നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡ് ടീമുകളാണ് അവിടെ മത്സരിക്കാനുള്ളത്. അപ്പോൾ ബെൽജിയം നമുക്കറിയാം, ഒരു സുവർണ്ണ തലമുറ ഉണ്ടായിരുന്നു അവർക്ക് 2018 വേൾഡ് കപ്പിലൊക്കെ. അതിൻ്റെയൊക്കെ ഒരു അവസാന പൊടിപ്പും തൊങ്ങലുമുള്ള പ്ലേയേഴ്സൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത്. അതിനുശേഷം നല്ലൊരു ജനറേഷനെ അവർക്ക് വളർത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബെൽജിയത്തിൻ്റെ വലിയ തിരിച്ചടിയാണ്. എങ്ങനെയാണ് ബെൽജിയത്തിൻ്റെ ഒരു സാധ്യതകൾ ഗ്രൂപ്പ് ഘട്ടം മാത്രമല്ല ഈ ലോകകപ്പിലേക്ക് തന്നെ കാണുന്നത്? ഗ്രൂപ്പ് ഘട്ടത്തിലിപ്പോൾ അതായത് ലോകകപ്പിന് വരുന്നതിന് മുമ്പ് തന്നെ അവരൊരു ക്രൊയേഷ്യയെ തോൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ലുക്കാക്കുവിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയുണ്ട്. അദ്ദേഹം ഒരുപാട് നാളുകളായി അദ്ദേഹം ദേശീയ ടീമിനൊന്നും കളിച്ചിട്ടില്ല, അങ്ങനെയുള്ളൊരു താരം. അപ്പോൾ ആ ഒരു രീതിയിൽ ലുക്കാക്കു ഉൾപ്പെടെ പിന്നെ കെവിൻ ഡ്രിബോനെ ഉൾപ്പെടെയുള്ള താരങ്ങളും അങ്ങനെയുള്ള പക്ഷേ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുതുമുഖ താരങ്ങളൊന്നും ഇല്ലാത്തൊരു ടീമാണ് ശരിക്കും പറഞ്ഞാൽ ബെൽജിയം എന്ന് പറയുന്നത്. ആ ഒരു കരുത്തുറ്റ ടീമാണ്, ചിലപ്പോൾ കറുത്ത കുതിരകളായേക്കാം എന്നൊക്കെ പറയുന്ന ഒരു ടീം. പക്ഷേ അവർക്കൊരു പുതുമുഖ താരങ്ങളെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോഴും പഴയ താരങ്ങളെയൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടീം. പക്ഷേ ഇപ്പോഴും അവർക്ക് വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ലുക്കാക്കുവിൻ്റെ കളി തന്നെ കഴിഞ്ഞ ദിവസം പറയുകയാണെങ്കിൽ അവർ ഒരു തിരിച്ചുവരവിലേക്ക് ഒരുപക്ഷെ ബെൽജിയം അതിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, അവർ തീർച്ചയായിട്ടും ഒരുപക്ഷെ ലോകകപ്പിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധ്യത കുറവാണ്. കാരണം ഇവരുടെയൊക്കെ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം എതിർ ടീമുകൾ മറ്റ് ടീമുകളൊക്കെ നോക്കുമ്പോൾ വലിയ താരസമ്പന്നമാണ് എന്നതിനൊക്കെ പറയുന്നതിനപ്പം പുതുമുഖ താരങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിനാണെങ്കിലും യൂറോപ്യൻ ലീഗുകളിലൊക്കെ നന്നായി കളിക്കുന്ന താരങ്ങളൊക്കെ മറ്റു ടീമുകളിലുണ്ടാകുമ്പോൾ അവർക്ക് മുന്നോട്ടുള്ള പോക്ക് വലിയ പ്രയാസമായിരിക്കും. അതായത് വലിയ വയസ്സൻ പട എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ടീമായി ബെൽജിയത്തെ കാണുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള പോക്ക് പ്രയാസകരമായിരിക്കും. പിന്നെ ഗ്രൂപ്പിലുള്ളത് അതിൽ തന്നെ ശരിയാണ്. ഇപ്പം കഴിഞ്ഞ 2-3 ലോകകപ്പുകളിലായി നമ്മൾ കേൾക്കുന്ന പേരാണ് മുനീർ, നമ്മൾ കേൾക്കുന്ന പേരാണ്. അതോടൊപ്പം തന്നെ വിക്സൽ നമ്മൾ കേൾക്കുന്ന പേരാണ്, നമ്മൾ പേര് ട്രിബോഗോട്ടോ നമ്മൾ കേൾക്കുക. എല്ലാം നമുക്ക് പരിചിതമായ താരങ്ങളാണ് എന്നുള്ളതാണ്. അതായത് ആ ഗോൾഡൻ ജനറേഷൻ്റെ ഒരു അവസാനത്തിലേക്ക് അവർ കടക്കണം, അസ്തമയത്തിലേക്ക് കടക്കുന്ന താരങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഒരു ലോകകപ്പ് നേടാൻ ശേഷിയുണ്ടായിരുന്ന ഒരു ടീം, അവരുടെ പ്രകടനം അതിൻ്റെ പീക്കിലെത്താതെ പോയ ഒരു ഗോൾഡൻ ജനറേഷൻ. നമ്മളിപ്പോൾ നേരത്തെ നെതർലാൻഡ്സിൻ്റെ കാര്യം യോഹാൻ ക്രൈഫിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ തന്നെ, ഹംഗറിയുടെ മഗ്യാസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ബെൽജിയത്തിൻ്റെ കാര്യവും. അവരുടെ ഒരു ഗോൾഡൻ ജനറേഷന് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണോ, ലോക കിരീടം, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് മാർട്ടിനസിൻ്റെ അതിൻ്റെ വഴി അദ്ദേഹത്തിന് കൂടെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇപ്പം ക്രൊയേഷ്യ ബെൽജിയം മത്സരത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പം, കഴിഞ്ഞ ലോകകപ്പിൽ ബെൽജിയം മടങ്ങുന്നത് ക്രൊയേഷ്യയുമായുള്ള മത്സരത്തിലെ സമനിലയോടുകൂടിയാണ്. ആ മത്സരം ഗാലറിയിലിരുന്ന് ക്രൊയേഷ്യയുടെ എൻഡിൽ ഇരുന്നു കൊണ്ട് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ലുക്കാക്കു തിരിച്ചു വരുന്നതും കണ്ടു. ഒരു പക്ഷേ ലുക്കാക്കു എന്ന താരത്തെ ഞാനൊക്കെ അത്രയധികം, നമുക്കൊക്കെ ലുക്കാക്കുവിൻ്റെ ഡിബ്രോയിനും എന്ന് പറയുന്നത് അത്രയധികം അവരെ ആരാധിക്കുന്ന ആളുകളാണ്. അപ്പം ഈ ലുക്കാക്കു എന്ന പ്ലെയറുടെ ഏറ്റവും മോശം ദിനം, അദ്ദേഹത്തിൻ്റെ കാലിൽ നേരാവണ്ണം ഒന്ന് പന്ത് നിൽക്കാത്ത ദിനം, അത് നേരിൽ കണ്ട് തൊട്ടടുത്ത് നിന്ന് ഷോക്ക് എനിക്ക് അന്നുണ്ടായിട്ടുണ്ട്. റൊമേലു ലുക്കാക്കു ഇപ്പോൾ ലീഗ് ഫുട്ബോളിലാണെങ്കിലും ബെൽജിയത്തിന് വേണ്ടിയാണെങ്കിലും എങ്ങനെ അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിസിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും ആൻറ്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്, ഒരു സ്ട്രൈക്കർ എന്നുള്ള നിലയ്ക്ക്. അത്രയധികം ആൻറ്റിസിപ്പേഷനുണ്ട് അദ്ദേഹത്തിന് എവിടെ ബോൾ വരും എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് വന്ന പന്തുകൾ, ആ മത്സരം എത്ര തവണയാണ് അദ്ദേഹത്തിന് ഓപ്പൺ ചാൻസ് എന്ന് പറയാവുന്ന രീതിയിൽ പന്ത് കിട്ടിയത് എന്ന് ഞാൻ നേരിൽ കണ്ടതാണ്. പക്ഷേ ഫോം എന്ന് പറയേണ്ടതില്ല, പക്ഷേ ദൗർഭാഗ്യമെന്നോ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയില്ല. ഓരോ ശ്രമവും അത്ര കണ്ട് വിദൂരതയിലേക്ക് പാഴായി പോകുന്ന ഒരു സാധാരണക്കാരനായ ശരാശരി ഫുട്ബോളർ പോലും ഗോളാക്കി മാറ്റുന്ന അവസരങ്ങൾ, പൂർണ്ണമായ 100% ഗോളാകുമെന്ന് ഉറപ്പുള്ള അവസരങ്ങൾ റൊമേലു ലുക്കാക്കുവിൽ നിന്ന് തട്ടി വഴുതി മാറിപ്പോയത് നേരിൽ കണ്ട അതിൻ്റെ ഒരു ഷോക്കുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ താരം എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയധികം ഫോം മങ്ങ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നുമല്ലാതെ ആകുന്ന ഒരു മനുഷ്യൻ ഉരുകിത്തീരുന്ന ഒരു കാഴ്ച
ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് റൊമേലു ലുക്കാക്കു. അദ്ദേഹത്തിൻ്റെ നിരാശ ഇന്നിപ്പോൾ എൻ്റെ കണ്ണിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൈവച്ചിട്ട് നടത്തിയ അതൊരു വല്ലാത്ത നമ്മളെ ഹൃദയഭേദകമായ നിമിഷങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെയാണ് ഡിബ്രോയിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിന്നാണ് അദ്ദേഹം ആ ലോകകപ്പിന് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നൽകിയ പൊസിഷൻ്റെ കാരണം കൊണ്ടും അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം ലീഗ് ഫുട്ബോളിൽ കളിക്കുന്നത് ഒരു ഫ്രീ പൊസിഷനിൽ, അദ്ദേഹം മിഡ്ഫീൽഡിൽ പറന്ന് കളിക്കുന്ന ഒരു താരമാണ്, പ്ലേ മേക്കർ എന്നുള്ള പക്ഷം. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പ്രകടനം ആവർത്തിക്കാൻ കഴിയാതെ വരുന്നു, വെറും നിഴലായി മാറുന്നു. ആ ലോകകപ്പിലെ പ്ലേ മേക്കേഴ്സിൽ ഏറ്റവും മികച്ച ഒരു പക്ഷേ ടൂർണമെൻറ്റിൻ്റെ താരമാകും എന്ന് എല്ലാവരും വിശേഷിപ്പിക്കപ്പെട്ട വരുന്ന ഡിബ്രോയിൻ ഒന്നുമല്ലാതെയായി മാറിയ ഒരു ടൂർണമെൻറ്റ് എന്നുള്ളതാണ്. ഞാൻ അവരുടെ 2 മത്സരങ്ങൾ ലോകകപ്പിലേത് തന്നെ കണ്ടിരുന്നു. ആ 2 മത്സരങ്ങളിലും ഇവരുടെ സ്ഥിതി ഇതായിരുന്നു എന്നുള്ളതാണ്. വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തിയ ഒരു ടീമാണ് യഥാർത്ഥത്തിൽ ബെൽജിയം. അതിൽ നിന്ന് ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടീം ഈ പറഞ്ഞതുപോലെ തന്നെ വയസ്സൻ പട എന്ന് വിശേഷിപ്പിക്കാവുന്ന ടീമിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ആ ഗ്രൂപ്പിലേത് ഇറാൻ്റെ വരവാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ അമേരിക്ക ഇറാൻ വൈകാരികമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് എന്നുള്ളത് അതൊരു കളി മാത്രമല്ല, ഈ ലോകകപ്പിനെ കാര്യമായിട്ടെടുക്കുന്ന, അഭിമാന പോരാട്ടമായിട്ടെടുക്കുന്ന ഒരു ടീമാണ് ഇറാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേടുന്ന ഓരോ ജയവും ഓരോ ഗോളും അത് അവർ കാണുന്നത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ്. അവർക്കെതിരെ നടത്തുന്ന അധിനിവേശത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് അമേരിക്കയുടെ മണ്ണിൽ ചെന്നുകൊണ്ട് മറുപടി പറയുക, ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ആരോപിച്ചതൊന്നുമല്ല ഞങ്ങൾ എന്ന് പറയാനുള്ള ഒരു അവസരമായിട്ടാണ്. മെഹ്ദി തരീമിയെ പോലുള്ള ഒരു താരം അവർക്കുണ്ട് എന്നുള്ളത് കൂടെ നമ്മളിവിടെ അവരുടെ 3-2 മത്സരങ്ങളും ലോസ് ആഞ്ചൽസിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെയുണ്ട്. അപ്പോൾ ഒരു കളിക്കളത്തിലെ പ്രകടനത്തിനപ്പുറത്തേക്ക്, അതായത് ഒരു ഫുട്ബോൾ എന്നതിനപ്പുറത്തേക്ക് അതിവൈകാരികതയിൽ നമുക്ക് ഇറാനികളെ ഇപ്പോൾ ഈ യുദ്ധകാലത്ത് തന്നെ കണ്ടു എന്താണ് അവരുടെ സ്പിരിറ്റ് എന്നുള്ളത്. ആ തരത്തിൽ ഒരു യുദ്ധത്തിനായിരിക്കും ഇറാൻ, കളിക്കളത്തിലെ യുദ്ധത്തിനായിരിക്കും ഇറാൻ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിട്ടുണ്ടാവും ഈ യുദ്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ ഒരു അത്തരത്തിൽ ഇറാനെ നമ്മൾ ആ തരത്തിൽ കാണുകയേ വേണ്ട. എനിക്ക് തോന്നുന്നത് 2018 ലോകകപ്പിലാണോ ഇറാൻ അർജന്റീന, അന്ന് ട്രയാങ്കിൾ ഡിഫൻസ് വെച്ചിട്ട് ലയണൽ മെസ്സി അടക്കമുള്ള താരങ്ങളെ പൂട്ടിയ ടീമാണ് ഇറാൻ. അവർ ചില്ലറക്കാരല്ല. അന്ന് മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് ഗോൾ അവസാന നിമിഷം, അതൊരു മാസ്മരിക ഗോളായിരുന്നു. ആ ഗോൾ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതുവരെ മെസ്സിയെ പോലുള്ള ഒരു താരത്തെ അതിവിദഗ്ധമായി പൂട്ടിയ ടീമാണ് ഇറാൻ. അതുകൊണ്ട് അവരെ എഴുതി തള്ളേണ്ടതില്ല എന്ന് തന്നെയാണ്. അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് സൗഹൃദ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. തുർക്കിയിലാണ്. അവർ അടച്ചിട്ട സ്റ്റേഡിയങ്ങളാണ് ഇപ്പോൾ മാലിക്കെതിരെയുള്ള കളിയൊക്കെ നടക്കാൻ പോകുന്നത്. ആ രീതിയിലാണ് അടച്ചിട്ട സ്റ്റേഡിയങ്ങൾ അവിടെ കളിക്കുന്നത്, നല്ല പരിശീലനം നടത്തുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ ടീം അവിടെ ഈജിപ്ത് ഉണ്ട്. മുഹമ്മദ് സലാഹയുടെ ഈജിപ്ത്, അതായത് സലയും മർമോഷുള്ള അറ്റാക്കിംഗ് തന്നെയാണ് അവരുടെ ഏറ്റവും ഗംഭീരമായ മർമോഷും മുഹമ്മദ് സലയും. പക്ഷേ അവർക്ക് പറഞ്ഞ പോലെ ഏജിന്റെ പ്രശ്നം വലിയ രീതിയിൽ ഈജിപ്തിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. പക്ഷേ അതെല്ലാം മറികടക്കാം. കാരണം അവർ കഴിഞ്ഞ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയോടെ ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അതിന് തൊട്ട് മുമ്പത്തെ വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയോടെ ഈജിപ്തിൻ്റെ രാജകുമാരൻ വരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി പോവേണ്ട ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ഒരു എന്താ പറയുക, രാജ്യത്തിന്റെ ദുഃഖമായിട്ടൊക്കെയാണ് അന്ന് സലായുടെ ഒരു ഇഞ്ചുറി ഒക്കെ വലിയ രീതിയിൽ അവർക്ക് ഇതാവേണ്ടി വന്നത്. സല കഴിഞ്ഞ തവണ വരേണ്ടതായിരുന്നു. സല വൈകി വന്ന ബസ് എന്ന് പറയുന്നത് പോലെ ആയി പോയി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ, ഇപ്പോൾ അദ്ദേഹം ലിവർപൂൾ പോലും വിട്ടു, ആ കരിയറിൻ്റെ എൻഡിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ തവണ ഇരുന്നെങ്കിൽ, ലോകകപ്പിലുണ്ടായിരുന്നെങ്കിൽ, ഈജിപ്തുമായി വന്നിരുന്നെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അമർ മഹമ്മദ് ഉണ്ടെങ്കിൽ പോലും, കൂട്ടിനുണ്ടെങ്കിൽ പോലും സലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗ്രൗണ്ടിൽ അദ്ദേഹം കാണിക്കും. മറ്റത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, സലയ്ക്ക് കഴിയും. കാരണം അദ്ദേഹം കളിക്കുന്നത് ഒറ്റയ്ക്ക് ലിവർപൂളിനെയൊക്കെ ജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ പക്ഷെ അതിൻ്റെ സമയം കഴിയും. ഇപ്പോൾ ആ ടീമിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ ടീമിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായം ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ സെലനെ നമ്മൾ പറയുമ്പോൾ തന്നെ സെലക്ക് പ്രായം 33 അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രായാധിക്യമുള്ള ടീം ആയി ഈജിപ്തും മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അവരും, പക്ഷേ അവരെ നിസ്സാരമായി തള്ളിക്കളയാനൊന്നും പറ്റില്ല. മുഹമ്മദ് സലാഹയുടെ ഒരു പക്ഷേ നല്ലൊരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കാണാനും ഒരു പക്ഷേ ഈ ലോകകപ്പിൽ സാധിക്കും. ഗ്രൂപ്പിൽ നിന്ന് വരാൻ പോകുന്ന അടുത്ത ടീം ന്യൂസിലൻഡ് 2010 വേൾഡ് കപ്പിന് ശേഷം, സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിന് ശേഷമാണ് വരുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ വുഡ് ഉണ്ട് അവർക്ക് വേണ്ടി കളിക്കുന്നത്. പക്ഷേ അട്ടിമറി ശേഷിയുള്ള ഒരു ടീമാണ്. ആ ഒരു ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ടീമാണ് ന്യൂസിലൻഡ്. അപ്പോൾ ആ ന്യൂസിലൻഡ് ഏത് രീതിയിലായിരിക്കും ഫൈറ്റ് കൊടുക്കുന്നത് എന്നുള്ളതും നിർണായകമായിരിക്കും. പക്ഷേ സാധ്യത വളരെ ഓസ്ട്രേലിയ ഏഷ്യൻ കോണ്ടിനെന്റിൽ കളിക്കുന്നത് കൊണ്ട് മാത്രം ലോകകപ്പിന് എത്താൻ സാധിച്ചൊരു ടീം. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിൽ തന്നെ കളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓഷ്യാനയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ വരില്ല എന്ന്
അതിന് തക്ക കെൽപ്പുള്ള ഒരു ടീമല്ല യഥാർത്ഥത്തിൽ. ശരി, കളിച്ച് പരിചയമല്ല ഇവർക്ക്, വലിയ മേജർ കളികളൊന്നും വലിയ കളിച്ച് പരിചയമില്ലാത്ത ടീമാണ് ന്യൂസിലാൻഡ്. ഈ ഒരു ഓഷ്യാനിയ ഉള്ള ഒരു ഘടകത്തിൽ വന്നൊരു ടീം കൂടിയാണ്. ആ ഗ്രൂപ്പിലേക്ക് ബെൽജിയം, ഇറാൻ, ഈജിപ്ത് ആയിരിക്കും അവിടെ. ബെൽജിയം ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവും, ഇറാൻ രണ്ടാം സ്ഥാനത്ത് വരണമെന്നാണ് ആഗ്രഹവും, വരട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ടീമിൻ്റെ ഒരു മൊത്തത്തിൽ ആ ഗ്രൂപ്പും പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് തന്നെയാണ് സാധ്യതയുള്ളത്. മൂന്നാം സ്ഥാനക്കാരായിട്ട് ഈജിപ്ത്, മൂന്നാം സ്ഥാനക്കാരായിട്ട് ഈജിപ്തും വരട്ടെ, സ്ഥലയ്ക്ക് കുറച്ചുകൂടി. പക്ഷേ ബെൽജിയത്തിനെപ്പോഴും ഫസ്റ്റ് റൗണ്ട് അവർ കടന്നു കയറുമായിരിക്കും. അടുത്ത റൗണ്ട് നോക്കൗട്ടുകളിലേക്ക് കടക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി വരാറുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തിമോത്തി കസാനയും മുനീറും അടക്കമുള്ള ഡിഫൻസാണ് അത്ര സ്ട്രോങ് അല്ല. ബാക്കിയുള്ള പൊസിഷനിലൊക്കെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് എല്ലാം വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാകും. പക്ഷേ ഡിഫൻസ് അവർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാവാറുണ്ട്. എങ്കിൽ പോലും അവരുടെ ഇപ്പോഴും വിശ്വസനായ തിബോ കുർട്ടോ കാവലുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ആശ്വാസം. എന്നാലും നമ്മൾ വിശ്വാസർപ്പിക്കില്ല. നേരത്തെ പറഞ്ഞ ഡിബ്രോയിനും ലുക്കാക്കും ഒക്കെ തിരിച്ചുവരവ് കാണിക്കുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു വിശ്വാസം അർപ്പിക്കാന്നുള്ള. റൈറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രൂപ്പ് ജിയിൽ നിന്ന് കയറാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെൽജിയം, ഇറാൻ, ഈജിപ്ത് തന്നെ. മൂന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഈജിപ്ത് ആയിരിക്കും എന്നാണ്. രണ്ടാം സ്ഥാനം എന്തായാലും ഇറാൻ വരും. ഈജിപ്ത് ഒരു ഫൈറ്റ് കൊടുക്കും. എനിക്ക് തോന്നുന്നത് ഇറാൻ ഈജിപ്ത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അടുത്ത ഫൈറ്റ് വരും. അത് സ്വാഭാവികമാണ്. നമ്മൾ ഈജിപ്തിനെ അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു ടീമല്ല. സ്വാഭാവികമായിട്ടും ഇറാൻ ഈ പറഞ്ഞൊരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ അർജൻറ്റീന ലോകകപ്പ് നേടിയത് അത് സ്ക്വാഡ് സ്ട്രെങ്ത് മാത്രമല്ല, ആ സ്പിരിറ്റാണ്. ഗെയിമിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അത് ഗാലറിയിലാണെങ്കിലും അതോടൊപ്പം പ്ലേയേഴ്സിലാണെങ്കിലും അതുണ്ടാക്കുന്ന നെതർലൻഡ്സിനെതിരായ മത്സരത്തിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടാവും. ഒരു ടീം ഒന്നടങ്കം വന്നു ഫൈറ്റ് ഉണ്ടാവുന്നു. സാധാരണ അത്തരത്തിലുള്ള ഫൈറ്റുകളൊന്നും അർജന്റീന നടത്താറില്ല. ഇത് എല്ലാവരും ഒരുമിച്ച് വരുന്നു. പിന്നെ അവർക്കൊരു ക്യാപ്റ്റൻ, അവർ ഐഡലായിട്ട് മെസ്സിയെ കാണുന്നു. ആ മെസ്സിക്കൊപ്പം ആ ടീം നിൽക്കുന്നു. ഒരു ശേഷം നമ്മൾ കണ്ടതല്ലേ ഈ ലുസൈൽ പോലുള്ള ഒരു സ്റ്റേഡിയം, ഏതാണ്ട് 89,000 90,000 ആളുകളുണ്ട്. ഈ 90,000-ൽ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിന്റെ സീറ്റിൽ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. കളി തുടങ്ങിയ ആ സമയത്ത് കിക്ക് ഓഫ് വിസിൽ മുതൽ അവസാന വിസിൽ കളി നിന്നുകൊണ്ടാണ് കാണുന്നത്. ഒരൊറ്റ മനുഷ്യനും ഒരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്മാതെ അത്രയും ആ സ്പിരിറ്റോട് കൂടിയാണ് കളി കാണുന്നത്. മമ്മൂട്ടി എന്ന് കളി കാണാണ്ട് ഫൈനലാണാണ്ട് തോന്നുന്നത്. അദ്ദേഹം ആ നിന്ന് കളിയാണെന്ന് ആരോ വീഡിയോ എടുത്ത് ഒരു നേരത്തും ഇരിക്കാനുള്ളൊരു സമയം പിന്നെ കളിക്കാൻ കൊടുക്കുന്നില്ല. ഗ്രൗണ്ടിൽ മാത്രമല്ല, ഇപ്പോൾ അർജന്റീനയുടെ പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു ഖത്തർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അവരുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. അവിടെ പുറത്ത് ഭയങ്കരമായ ക്രൗഡായിരുന്നു അങ്ങോട്ട് പ്രാക്ടീസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് മെസ്സിയെ കാണാമല്ലോ എന്ന് കരുതിയിട്ട് അർജന്റീനയുടെ എല്ലാ പ്രാക്ടീസ് സെഷനും ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ പുറത്ത് വലിയ രീതിയിലുള്ള ജനങ്ങൾ അവരവരുടെ ആ പാട്ടൊക്കെ ആയിട്ട് വാമോസ് ആ പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര രീതിയിൽ ആവേശത്തുടങ്ങുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടീം സ്പിരിറ്റാണ് വേണ്ടത്. ആ ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഏത് ടീമിനെ ഏത് നിമിഷവും ഏത് മത്സരത്തിൽ അട്ടിമറിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു സ്പിരിറ്റ് ആയിരിക്കും ഇറാന്റെ തവണത്തെ കൈമുതൽ എന്ന് നമുക്ക് ഉറപ്പായിട്ടും നോക്കാം. നമുക്ക് ഗ്രൂപ്പ് ജിയിൽ നിന്ന് ആരായിരിക്കും കയറുക എന്നുള്ളത് വലിയ കൗതുകമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ സ്പെയിൻ എനിക്ക് എൻ്റെ ഫേവററ്റ് ടീം കൂടിയാണ്. സ്പെയിന്, കേപ്പ് വെർഡെ, സൗദി അറേബ്യ, ഉറുഗ്വേ. എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു സാധ്യത കാണുന്നത്? സ്പെയിൻ എല്ലാം അത് ജയേഷ് തന്നെ പറഞ്ഞു തുടങ്ങുന്നതാണ്. കാരണം ഒരു സ്പാനിഷ് ആരാധകന്റെ ഒരു വല്ലാത്ത ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്ന്. അപ്പോൾ സ്പെയിൻ ഫേവററ്റ് ടീം എന്ന് പറഞ്ഞ് പോകുന്നൊരു ടീം തന്നെയാണ് സ്പെയിൻ. അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായ ഇടവേളകളിൽ സ്പെയിൻ മറികടന്നുകൊണ്ടാണ് വരുന്നത്. ഒരു ഘട്ടത്തിൽ അവർ ടിക്കി ടാക്ക ഇറക്കി ഒരാൾക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ ഓപ്പോസിറ്റുള്ള ടീമിനെ അങ്ങ് ലഭ്യരാക്കിക്കൊണ്ട് സ്പെയിൻ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. 1000 പാസുകളൊക്കെ ഒരൊറ്റ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്ന സ്പെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് എതിർ ടീമുകൾ കൃത്യമായിട്ട് ടിക്കി ടാക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ അത് കുറച്ച് നാൾ സ്പെയിൻ ഒരു വിസ്മൃതിയിലേക്ക് പോയി. പക്ഷേ പിന്നീട് അതിഗംഭീരമായിട്ട് തിരിച്ചു വന്ന് യൂറോ കപ്പ് അടക്കം അടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ കൃത്യമായി, അതായത് യങ്സ്റ്റേഴ്സും പരിചയസമ്പന്നരും ഒക്കെയുള്ള പക്ക ഫോർമുല ടീം തന്നെയാണ് സ്പെയിനുള്ളത്. അതിൽ തന്നെ എടുത്തു പറയാനുള്ളത് ഒരു കൗതുകമുള്ളത്, റയൽ മാഡ്രിഡിൽ നിന്ന് ഒരു താരങ്ങൾ പോലും ഇല്ലാത്ത സ്പെയിൻ ഇതാദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ പോകുന്നു എന്നൊരു ചരിത്രമുണ്ട്. അപ്പോൾ അതിനകത്ത് റാമോസ് ഉൾപ്പെടെയുള്ള ക്യാപ്റ്റന്മാരുണ്ടായിരുന്ന ടീമായിരുന്നു അത്. അവിടെ നിന്നാണ് ഒരു താരം പോലും ഇല്ലാത്ത വരുന്നത്. പക്ഷേ അതൊന്നും ബാധിക്കുന്നില്ല. കാരണം അതെല്ലാം മറികടക്കാവുന്ന തരത്തിലുള്ള ക്വാളിറ്റി പ്ലേയേഴ്സിനെ തന്നെയാണ് കോച്ച് തവണ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് കീപ്പിംഗ് തുടങ്ങാം. അപ്പോൾ ഉനായ് സൈമൺ അത്ലറ്റിക് ക്ലബിൻ്റെ, ഡേവിഡ് ആയ ആഴ്സണലിൻ്റെ, ജോവാൻ ഗാർസിയ ബാഴ്സലോണയുടെ, ആരെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആക്കുമെന്നുള്ളതാണ്.
ഒരുപാട് നാൾ കസീസ് മാത്രമായിരുന്നു സ്പെയിൻ്റെ വല. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് പുറത്തുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ചോയ്സ് 3 ഉഗ്രൻ കീപ്പേഴ്സാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു ഗാർഷ്യക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ റായോട് ചെയ്യുന്ന ഒരു വലിയ അനീതിയായിരിക്കും. അതെ, അതെ. കാരണം അത്രയും കരിയറിലെ പീക്കിലാണ് അത്. ഉനൈ സിമോൺ തന്നെ ആയിരിക്കും ഒരു സാധ്യത അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ അവിടെ കുക്കുറലയുണ്ട്, ലപ്പോട്ടയുണ്ട്, അങ്ങനെ അത്തരത്തിൽ കുബാർസി അടക്കമുള്ള എല്ലാ കിടിലം പ്ലേയേഴ്സാണ്. അപ്പോൾ സ്പെയിന് ഒരു തരത്തിൽ പോലും എല്ലാ മേഖലയിലും ക്വാളിറ്റി പ്ലേയേഴ്സാണ്. അപ്പോൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ റോഡ്രി പെഡ്രി അവിടെ വരുന്നത്, ഫെറാൻ ടോറസ്, ഒയർസബാല് ഇത്തവണ ഗോൾഡൻ ബൂട്ട് നേടാൻ സാധ്യതയുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ വലിയ രീതിയിൽ ഒരുവിധം എല്ലാ ഫുട്ബോൾ എക്സ്പേർട്സും പറയുന്നൊരു പേര് കൂടിയാണ് ഒയർസബാല്. അപ്പം തന്നെ യമാൽ കുറെ കൂടി ക്രിയേറ്റീവായിട്ട് കളിക്കായിരിക്കും. ഓൾമോ യമാൽ നേരെ കൊടുക്കുന്നു, ഒയർസബാല് അടിച്ചു കൂട്ടുന്നു. മൊറാട്ടയെ ഒഴിവാക്കിയത് അവിടെയും പോസിറ്റീവായി. മൊറാട്ടയായിരുന്നു കഴിഞ്ഞ ടീമിനെ ഒന്ന് നോക്കാം. ഡിഫൻസിൽ നിന്ന് പന്ത് കൈമാറിയ ശേഷം റോഡ്രി പെഡ്രി മിഡ്ഫീൽഡിൽ രണ്ടുപേരും നിൽക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഓൾമോയിലേക്കും എത്തുന്നത്. ഓൾമോ മിക്കവാറും ഒരു പ്ലേ മേക്കിംഗ് പൊസിഷനിലായിരിക്കും കളിക്കാം. അപ്പം അവിടെ നിന്ന് യമാലിലേക്ക് പോകുന്നു. ഒയർസബാലിനെ സംബന്ധിച്ചിടത്തോളം ഫിനിഷ് ചെയ്താൽ മാത്രം പണ്ട് ഈ മൊറോട്ടയ്ക്ക് ഉരുട്ടി കൊടുക്കാറുണ്ട്, കുറെ മിസ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രയോഗം തന്നെ പറയാറ്, ഉരുട്ടിയിട്ട് കൊടുത്തിട്ടും മിസ്സാക്കി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഗംഭീരമായ സാധനമായിരിക്കും. തവണ യമാലിൻ്റെ ബോളുകളൊക്കെ വളരെ നന്നായിട്ട് പേടിക്കാൻ വേണം. അത്രയും, അതായത് മെസ്സിയൊക്കെ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ത്രൂ ആൻഡ് പാസുകളാണ് യമാൽ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്നതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യമാലും ഈ വേൾഡ് കപ്പിൽ വരവറിയിക്കാൻ പോകുന്ന, ഓൾറെഡി അദ്ദേഹം തൻ്റെ ക്ലാസ് തെളിയിച്ചു കഴിഞ്ഞു. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് തെളിയിക്കണം. കാരണം മറ്റ് സ്റ്റേജ് പോലെയല്ല, വേൾഡ് കപ്പിൽ തിളങ്ങുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ചങ്കുറപ്പ്. അത് യമാൽ പൂർത്തിയാക്കണം. അങ്ങനെ യമാൽ ഒരു വേൾഡ് സ്റ്റേജിൽ, ബിഗ് സ്റ്റേജിൽ സ്പെയിനിന് വേണ്ടിയിട്ട് ഗംഭീരമായി കളിക്കുന്നു എന്നുള്ളതിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാത്തിരിപ്പുകളും. 2022 ലോകകപ്പിൽ ഈ അൽവാരോ മൊറാട്ട ഭയങ്കര ഫ്ലോപ്പായിരുന്നു ആ ലോകകപ്പിൽ. പിന്നെയും അദ്ദേഹത്തെ ഉപയോഗിച്ച് ഈ ടീം കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ ടീം അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെയും അദ്ദേഹം പരാജയം തന്നെയായിരുന്നു. അത് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ലൂയിസ് ലാഫിയുണ്ട് അദ്ദേഹം സ്പെയിനെ മാറ്റിയെടുത്തൊരു മാറ്റമുണ്ട്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ടിക്കി ടാക്ക ശൈലിയെ അദ്ദേഹം ഒന്ന് പൊളിച്ചു. കാരണം സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം 2008 ആ യൂറോ കപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് ടിക്കി ടാക്ക ഒരു ശൈലി അത് വിടാതെ കൊണ്ടുപോകുന്നൊരു ടീം. അതിൻ്റെ തന്ത്രങ്ങളെല്ലാം മറ്റു ടീമുകളൊക്കെ പഠിച്ചെടുത്തിട്ടും സ്പെയിൻ അത് വിടുന്നില്ല. കാരണം ആ ഒരു പാസ് അതായത് കുറിയ പാസിൻ്റെ ഗെയിം കളിച്ച് പാസ് വിടാതെ പാസ്സാകില്ല എന്ന് കൃത്യം മനസ്സിലാക്കിയാണ് ലൂയിസ് ലാഫിയുടെ ആ ഒരു കോച്ചായി വന്നതിന് ശേഷം ആ ഒരു കാര്യം പൊളിക്കുന്നത്. 4-3-3 ഉള്ള ഫോർമേഷനെ പൊളിച്ചിട്ട് 4-3-2-1 അദ്ദേഹം ഒന്ന് മാറ്റിയെടുക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ഒന്ന് ഫോർമേഷൻ മാറ്റി. പിന്നീട് അദ്ദേഹം ടിക്കറ്റാക്ക് പൂർണ്ണമായിട്ടും വിടാൻ സ്പെയിൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. കാരണം പ്രത്യേകിച്ച് ആ കുറിയ പാസുകൾ വിടാനൊന്നും കഴിഞ്ഞില്ല. വരുന്ന പ്ലേയേഴ്സ് ആ രീതിയിലാണ് കളിക്കുന്നത്. മാത്രമല്ല ലാമാസിയയിൽ പഠിപ്പിക്കുന്നതും ബാഴ്സലോണയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അതിന് കൃത്യമായിട്ട് ആ ഒരു സ്റ്റൈലിന് അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അവർ ആ സ്റ്റൈല് വിടുന്നത്. മറ്റ് ടീമുകൾ എന്തുകൊണ്ടാണ് അത് വിടുന്നത്? ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ബ്രസീൽ എന്തുകൊണ്ടാണ് കുറിയ പാസുകൾ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സ്റ്റൈൽ വിടുന്നത്? അവർക്ക് അതിനനുസരിച്ചുള്ള മിഡ്ഫീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ്. മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബോൾ പൊസഷൻ കൈവയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിങ്ങിലേക്കും ഉള്ള അറ്റാക്കിംഗ് എന്നുള്ള കൗണ്ടർ അറ്റാക്കുകളെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും. സ്പെയിനിന് ആ സാഹചര്യമില്ല. റോഡ്രിയെയും പെഡ്രിയെയും ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു സംഘം കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തിന് പൊസഷൻ കൈവിടണം? പക്ഷെ അവർ സ്വാഭാവികമായും അതിനെ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കൂടുതൽ അറ്റാക്കിംഗ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ്. അത് അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പാസുകൾ നോക്കിയാൽ അത് പാസുകൾക്ക് വേണ്ടി കളിക്കുന്ന ടീം പോലെ 1500 പാസിനടുത്തൊക്കെ മത്സരങ്ങളായിരുന്നു 2022 ലോകകപ്പ്. അതിനൊരു കാരണം സാവി ഇനിയസ്റ്റ ബുസ്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ത്രയമുണ്ട്. അത് അവർ ആ മിഡ്ഫീൽഡ് അങ്ങ് ഭരിക്കുമായിരുന്നു. അത് അസാധ്യമാണ്. അത് ഇനി ഒരു പക്ഷേ ലോക ഫുട്ബോളിൽ 2010 അത് വിജയിപ്പിച്ചു. അതെ, പിന്നെ ആ ശൈലി. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 ചാമ്പ്യൻസ് ആണ്. പിന്നീട് ലോകകപ്പുകളിലൊന്നും പ്രീ ക്വാർട്ടറിനപ്പുറം പോകാൻ സ്പെയിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയൊരു തിരിച്ചടിയാണ്, വലിയ ചോദ്യമാണ്. പക്ഷെ ഇത്തവണ അതിന് മാറ്റം ഉണ്ടാവുമെന്ന് കരുതുന്നു. കാരണം അവര് ഈ കുറിയ പാസിനൊപ്പം തന്നെ പറഞ്ഞ പോലെ വേഗമേറിയ സ്റ്റൈലൊക്കെ കൃത്യമായിട്ട് അവിടെ മാറ്റം വരുത്തുന്നുണ്ട്. കഴിഞ്ഞ യൂറോ നമുക്കറിയാലോ. ഇപ്പോൾ നിക്കോ വില്യംസും യമാലും ചേർന്ന് നടത്തിയ എന്ത് ഗംഭീരമായ കോമ്പിനേഷൻ ആയിരുന്നു അത്. നമ്മൾ ഈ
നിക്കോ വില്യംസിനെ ആദ്യഘട്ടത്തിൽ വിട്ടുപോയ നിക്കോ വില്യംസ് ഈ ഒരു ലോകകപ്പിലും അദ്ദേഹത്തിന്റെ നല്ല അസാധ്യമായ പ്രകടനം ഉണ്ടാവും. ലമീൻ യമാലും അദ്ദേഹം നല്ലൊരു കോംബോ ആണ്. അതെ അതെ കൂടെ ഒൽമോ കൂടെ ചേരുമ്പോൾ അവര് കാണിച്ച യൂറോയിലുണ്ട് പരിശീലന സെഷനിലെ വീഡിയോയിലൊക്കെ ബോട്ടിലൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതായത് അത് അത്ര പ്രായമായിട്ടുള്ളൂ. അതാണ് കാര്യം. അവരുടെ ഒരു കണക്ഷൻ സ്പെയിനിന്റെ മുന്നേറ്റത്തിലൊക്കെ വലിയ രീതിയിലുള്ള വൈഭവ് സൂര്യവംശി ഐസ്ക്രീം കഴിക്കുന്നൊക്കെ പറഞ്ഞ വലിയ പരാതിയാണ്. ഐസ്ക്രീം കഴിക്കേണ്ട പ്രായം അതേപോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കോച്ചൊക്കെ വന്നിട്ട് അല്ല, സ്പെയിൻ്റെ കാര്യത്തിൽ നമ്മൾ തൽക്കാലം യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. പക്ഷേ കഴിഞ്ഞ ഈ സന്നാഹ മത്സരത്തിൽ അവർക്കൊരു ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു സന്നാഹം എന്നുള്ള നിലയ്ക്കും അവരതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നും നമുക്ക് എടുക്കാം. പക്ഷേ ഇറാഖുമായാണ് അവർ സമനിലയിൽ പിരിഞ്ഞത് എന്നുള്ളതാണ്. ഗ്രൂപ്പിലെ മറ്റൊരു ടീം യുറുഗ്വേയാണ്. അപ്പോൾ പ്രതാപമൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രതാപത്തിൻ്റെ ഒരു നമ്മൾ നേരത്തെ ബെൽജിയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ടീം ആ ഒരു പഴയ പ്രതാപത്തിലേക്കൊന്നുമില്ല. പക്ഷെ ന്യൂനസ് അവിടെ ഉണ്ട്. ഡാർവിൻ ന്യൂനസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാൽവെർദെ ഉണ്ട്. വാൽവെർദെ മിഡ്ഫീൽഡിലുണ്ട്. വലിയ അടിയൊക്കെ കൂടി വലിയ പ്രശ്നത്തിലായി വന്ന ഒരു വാൽവെർഡെയാണ്. പക്ഷേ യുറുഗ്വേക്ക് സുവാരസ് ഇല്ല ഇത്തവണ. പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു. കോച്ച് പറഞ്ഞു വേണ്ട, കാരണം കോച്ച് ആണ് ഡ്രസ്സിംഗ് റൂമിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞ പ്ലെയർ ആയിരുന്നു സുവാരസ്. അതുകൊണ്ട് അദ്ദേഹം അവസാന ഘട്ടം വരെ ശ്രമിച്ചു എന്നാണ് നമ്മൾ അറിയുന്നതും. പക്ഷേ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഉൾപ്പെടുത്തിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിലുള്ള സ്ട്രൈക്കർ അതൊരു അസാധ്യമായ സ്ട്രൈക്കറാണ്. കാരണം ബാഴ്സലോണയിൽ മെസ്സി, നെയ്മർ, അതുപോലെ തന്നെ സുവാരസ്, MNS ത്രയം അത് തെളിയിച്ചു കൊടുത്തായിരുന്നു. അന്നൊക്കെ സുവാരസ് ഉണ്ടാകുമ്പോൾ മെസ്സിക്ക് ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. അത് സുവാരസ് ശരിക്ക് ആ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകളും പ്രവൃത്തികളും വാവിട്ടത് മാത്രമല്ല, ചെലീനിയെ കടിച്ചത് ഗാനക്കെതിരെയല്ലേ ബോള് കൈ കൊണ്ട് എടുത്ത് അദ്ദേഹം ഒരേ സമയം നായകനും അതേ സമയം വില്ലനുമാകുന്ന, ചെകുത്താനും ഒരേ സമയമാവുന്ന, അതായത് ആ പിന്നീട് ഗ്യാനാന്ന് തോന്നുന്നു പെനൽറ്റി എടുത്തത്. ഗ്യാന്റെ പെനൽറ്റി സേവ് ചെയ്ത ശേഷം പുള്ളി തുള്ളി ചാടിക്കൊണ്ടാണ് റെഡ് കിട്ടിയ പ്ലെയർ പോകുന്നത്. അപ്പൊ രാജ്യം അവിടെ വിജയിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് പുള്ളി. അതിന് പല്ലും നഖവും ഉപയോഗിച്ച് കളിക്കുമെന്നുള്ള ഒരു അസാധ്യ പല്ല് നന്നായി ഉപയോഗിക്കും കണ്ടതാണ്. ചെല്ലിന് മാത്രമല്ല കേട്ടോ, അദ്ദേഹം 2013 10-13 ഈ ഇതിനെ ലിവർപൂളിന് കളിക്കുമ്പോഴും കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്ലേയേഴ്സിനെ തുപ്പിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വംശീയാധിക്ഷേപത്തിലും അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം വിവാദത്തിലേക്ക് വരുമ്പോൾ പിന്നെയുള്ളത് ആ ഗ്രൂപ്പിൽ നിന്ന് സൗദി അറേബ്യയും കേപ്പ് വെർഡെയുമാണ്. കേപ്പ് വെർഡെ നേരത്തെ നമ്മൾ ക്യുറസാവനെ പറഞ്ഞ പോലെ തന്നെ ഡച്ച് കോളനിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഡച്ച് കോളനികൾ ഈ ലോക ഫുട്ബോളിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത്. ഇനി അത് ഏഷ്യയിലും കൂടെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഇന്തോനേഷ്യ കേട്ടോ, അത് എനിക്ക് തോന്നുന്ന അടുത്ത ലോകകപ്പിൽ ഒരു പക്ഷേ ഏഷ്യയിൽ നിന്ന് നമ്മൾ എഴുതേണ്ട ഒരു പേരായിരിക്കും ഇന്തോനേഷ്യ. വലിയ മൂവ്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതേ ഡച്ച് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഡച്ച് താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇതാവുന്നത്. അപ്പോഴും നമ്മൾ ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് പോട്ടെ. സ്വാഭാവികമായിട്ടും ദോസരിയുടെ ആ ഗോള് ജയേഷിനൊന്നും മറക്കാൻ സാധ്യതയുണ്ടാവില്ല. അതെ, അത് വേർ ഇസ് മെസ്സി എന്ന് പറഞ്ഞ ഈ സൗദി അറേബ്യക്കാരെ നമ്മൾ ഇത്തവണയും കാണേണ്ടി വരും. പക്ഷെ സൗദി അതിനുശേഷമേ അവര് ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം പ്രീമിയർ ലീഗ്, ലാ ലീഗ, സീരിയ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രഞ്ച് ലീഗ് ഒരു ടോപ്പ് 5 ലീഗ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലീഗ് സൗദി ലീഗായിരിക്കും. പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂനസ് വരെ അതെ സൗദിയിൽ നിന്നുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? അല്ല, ഞാൻ ഈ ഗ്രൂപ്പിലെ അതെ അതുകൊണ്ട് വലിയ മാറ്റം അവരിലുണ്ടായിട്ടുണ്ട്. പിന്നെ സൗദി ഫുട്ബോൾ ആരാധകരെ എനിക്കറിയാം. അവർ ഇപ്പം ഈ ദോസരിയുടെ ഗോളിനും ഇതിനൊക്കെ മുമ്പേ തന്നെ ഇപ്പോൾ സാമുൽ ജാബിറിനൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അന്ന് മുതലേ ഭയങ്കര പാഷനേറ്റായിട്ടുള്ള ഫുട്ബോൾ ആരാധകരാണ് സൗദിയിൽ നിന്നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൗദിക്ക് ആ തരത്തിൽ ഏഷ്യയിലൊരു ഹിസ്റ്ററിയുണ്ട്. അപ്പോൾ ഇത്തവണ ലോകകപ്പിൽ അവർ ഏതുവരെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടുള്ള ഒരോളം ഉണ്ട്. അതിനുശേഷം അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ രാജ്യം, ഇപ്പോൾ MBSൻ്റെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് അവിടുത്തെ ക്രൗൺ പ്രിൻസ് നേരിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതെത്രത്തോളം ഗ്രാസ് റൂട്ട് ലെവൽ ടീമിന് ദേശീയ തലത്തിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന
ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ്. 2034 അവർ ആതിഥേയരും കൂടിയാണല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരുക്കം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് അവർക്ക് ആതിഥേയരായി എന്തായാലും ലോകകപ്പിന് പ്രവേശിക്കുക എന്നുള്ളതിനപ്പുറം അവർ കളിച്ച് തെളിയുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീനയൊക്കെ ആ മത്സരത്തിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഫേവറേറ്റ് ആയിട്ട് എത്തുന്ന ഒരു അർജന്റീനയെ തോൽക്കൊണ്ടാണ് അർജന്റീന വേൾഡ് കപ്പ് അടിച്ചത്. അതൊരു അല്ലെങ്കിൽ ഒരു ആലസ്യം ഉണ്ടാവും ജയിച്ചു പോവുകയാണെങ്കിൽ. അത് അതിഭീകരമായ നാണക്കേട് എല്ലാം ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് ഗംഭീരമായിട്ട് അർജന്റീന തിരിച്ചു വന്ന് വേൾഡ് കപ്പ് അടിച്ച് ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കും അർജന്റീനയ്ക്ക് എന്നുള്ളതിൽ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ മത്സരം കാണാനിരിക്കുന്നത്. അപ്പോൾ ആ മത്സരം ഞാനത് ഫിഫ ഫാൻ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ആ മത്സരം കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് വളരെ കൂളായിട്ട് ഈ മത്സരം അർജന്റീന ജയിക്കും. കാരണം അർജന്റീനയുടെ ടീമിനോട് ഒരു തരത്തിലും സലീം അൽ ദൗസരി അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷേ അവിടെ ഒരു പുതിയ സ്റ്റാർ ഉണ്ടാവുകയാണ്. 1.5 ഗോളല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കളി ഞാൻ മനഃപൂർവ്വം കളി കാണാൻ പോകുന്നത് അവിടെ സൗദി അറേബ്യക്ക് മാത്രമായിട്ടൊരു ഫാൻ സോൺ ഉണ്ടായിരുന്നു ദോഹ കോർണിഷിൽ. അപ്പോൾ അവിടെ അവരുടെ ആരാധകർക്കൊപ്പം ഈ സൗദി, എനിക്ക് ശരിക്കും നമ്മുടെ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ ബോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ വിളിച്ചു പറയും. എൻ്റെ നാട്ടിലെ എൻ്റെ സുഹൃത്തുണ്ട് അഷ്കറൊക്കെ, അവൻ വിളിച്ചു പറയും എതിർക്കടാന്ന്. അതായത് ഇതാരും കേൾക്കാനൊന്നല്ല. അപ്പം ഈവൻ ഫുട്ബോൾ മത്സരം കാണുകയില്ല. ആ തരത്തിലായിരുന്നു ഓരോ സൗദി ആരാധകനും. അവർ എവിടെയാണ് ഇരുന്ന് കളി കാണുന്നത്, അവർ ഫാൻ സോണിലാണ് കളി ഇരുന്നത്. പക്ഷേ ഓരോ പന്തിനും അവർ കോച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ സ്പിരിറ്റഡായ, ഇപ്പോൾ സൗദി സ്ത്രീകളാണെങ്കിലും നമ്മൾ സൗദിയെ കാണാൻ വനിതകളെല്ലാം അതിഗംഭീരമായി ഫുട്ബോൾ ആസ്വദിക്കുന്ന ഭയങ്കര ഫുട്ബോൾ ആരാധകരുള്ള ഒരു നാടാണ് സൗദി അറേബ്യ. അവർ ആഘോഷിക്കുകയായിരുന്നു ആ മത്സരം അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആദ്യ മത്സരത്തിലെ ജയത്തിൻ്റെ എല്ലാ ആവേശവും അവർ ആ മത്സരം ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അപ്പം ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത്? സ്വാഭാവികമായിട്ടും സ്പെയിൻ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഈ യുറുഗെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. സൗദി 3-ാം സ്ഥാനക്കാർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല കേപ്പബിലിറ്റിയുടെ എന്താണ് അവരുടെ ഒരു, അവർ പറഞ്ഞ പോലെ അവർ വന്ന് പന്ത് കട്ടുന്നത് തന്നെ അവരുടെ ഒരു സന്തോഷമായിരിക്കും. അതെ, വെറും 6 ലക്ഷം ജനങ്ങൾ മാത്രമായുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തല താഴ്ത്തേണ്ട ഒരു സാഹചര്യമുള്ള ടീമാണ്. ആരൊക്കെ കയറുന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും ലോകകപ്പിലെ ഫേവറേറ്റ് സ്പെയിൻ. അതിനപ്പുറം പിന്നെ 1-ാം സ്ഥാനം അവിടെ തന്നെ ഉറപ്പിച്ചു. 2 യുറുഗ്വായ്. വേറെ പിന്നെ 3-ാം സ്ഥാനത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേപ്പ് വെർദെ എന്തായാലും ഒരു വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാനൊന്നും സാധ്യതയില്ല. വരവറിയിക്കുക എന്നുള്ളത് ഒന്ന് പെടാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് സാധ്യതയും കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെയിനും ഉറുഗ്വേയും തന്നെ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യത്തെ 8 ഗ്രൂപ്പുകളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ശേഷിക്കുന്നത് 4 ഗ്രൂപ്പുകളാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. നമസ്കാരം.